ബൈ ഫെബേസിയയിലെ തേർഡ് സബ് ഫാമിലി ആയിട്ടുള്ള സിസാൽപീനിയസിയെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. സിസാൽപീനിയസിയയിലെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് മന്ദാരം, അതിന് പറയുന്ന പേരാണ് ബൊഹീനിയ പർപ്പൂറിയ. ദെൻ രാജമല്ലി സിസാൽപീനിയ പൾച്ചറിമ, കാഷ്യ ഓക്സിഡന്റാലിസ്. ദെൻ അടുത്തത് കാഷ്യ ഫിസ്റ്റുല, വിഷുക്കൊന്ന എന്നൊക്കെ പറയും, നമ്മൾ സാധാ കാണുന്ന കൊന്നപ്പൂവ്. ദെൻ ഹിമാറ്റോസൈലോൺ കാമ്പച്ചിയാനം, പാർക്കിൻസോണിയ അക്യൂലിയേറ്റ, ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ദെൻ സരക്ക ഇൻഡിക്ക, അശോകത്തെച്ചിയാണ് സരക്ക ഇൻഡിക്ക എന്ന് പറയുന്നത്. ടാമറിൻ്റെ സിൻഡിക്കസ്, നമ്മൾ കാണുന്ന വാളൻപുളി. ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കാഷ്യ ഫിസ്റ്റുല എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൊന്നപ്പൂവ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ മാസി ആയിട്ടുള്ള നല്ല ഷോവി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ അവരുടെ ഫ്രൂട്ട് അല്ലെങ്കിൽ പോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ സബ് ഫാമിലിയിലൊക്കെ ലെഗ്യൂം അല്ലെങ്കിൽ ലോമൻറ്റമാണ് വരുന്നത്. ടാമറിൻ്റെ സിൻഡിക്കസ്, അതായത് വാളൻപുളിയാണ് ഫസ്റ്റ് കൊടുത്തത്. അവരുടെ ഫ്രൂട്ട് നോക്കൂ. ദെൻ അവരുടെ ലീവ്സ് നോക്കൂ, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് ഇവർക്ക് വരുന്നത്. അതുപോലെ ഈ കാഷ്യയുടേതും നമുക്കറിയാം പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് വരുന്നത്. ഇനി അശോകത്തെച്ചിയാണ് ലാസ്റ്റ് കൊടുത്ത ആ പിക്ക്, സരക്ക ഇൻഡിക്ക എന്നാണ് പറയുന്നത്. അവരും ഈ ഫാമിലിയിൽ വരുന്നതാണ്. അടുത്തതാണ് സിസാൽപീനിയ പൾച്ചറിമ, ഇതിനെയാണ് നമ്മൾ രാജമല്ലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻഫ്ലോറസൻസ് നോക്കിയാൽ കോറിംബ് ഇൻഫ്ലോറസൻസ് ആണ് അല്ലേ, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ദെൻ ഇവരുടെ ലീവ്സും പിന്നേറ്റ്ലി, അതായത് ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ് ഇവർക്കുള്ളത്. ദെൻ ലാസ്റ്റ് കൊടുത്ത പിക്ചറാണ് പാർക്കിൻസോണിയ, നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ലീവ്സ് അല്ലെങ്കിൽ സ്റ്റിപ്യൂൾസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്പൈനസ് ആയിട്ടുള്ള സ്റ്റിപ്യൂൾസ് ഒക്കെയാണ്, സ്പൈൻ പോലെയുള്ള സ്റ്റിപ്യൂൾസ് ആണ് ഇവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ള റാച്ചിസ്. ഇനി ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മോസ്റ്റ്ലി ട്രീസ് ആൻഡ് ഷ്രബ്സ് ആണ്. നമ്മളിപ്പം കണ്ടതൊക്കെ തന്നെ ഓൾമോസ്റ്റ് ട്രീസ് അല്ലെങ്കിൽ ഷ്രബ്സ് ആണ്. റയറായിട്ട് മാത്രമേ ഇവർക്ക് ഹെർബ്സ് വരുന്നുള്ളൂ. ദെൻ ഇൻഫ്ലോറസൻസ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഫെബേസിയയിലെ എല്ലാ സബ് ഫാമിലിയിലും റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. റെസിമോസിൽ തന്നെ ഇവരിൽ ഒന്നെങ്കിൽ കോറിംബായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പാനിക്കിളായിരിക്കും ഉണ്ടാവുന്നത്. തേർഡ് വണ്ണാണ് ഫ്ലവേഴ്സ് സ്ലൈറ്റ്ലി സൈഗോമോഫിക് ആയിരിക്കും. ദെൻ പെൻഡാമറസ് ആണ്, അല്ലെങ്കിൽ ടെട്രാമറസും ഉള്ളതുണ്ട്, അതായത് 4 or 5 വോൾസ് ആണ് ഫ്ലോറൽ വോൾസ് ഉണ്ടാവുക. ദെൻ പെരിഗൈനസ് ആണ്. പെരിഗൈനസ് എന്ന് പറയുന്നത് ഓവറി ഇൻഫീരിയർ ആണ്, ഏറ്റവും താഴെയായിട്ടാണ് ഓവറി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ സെപ്പൽസ് 5 ആണ്, ഒന്നെങ്കിൽ ഫ്രീ ആവും അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഫ്യൂസ്ഡ്, അതുപോലെ ഏസ്റ്റുവേഷൻ ഇംബ്രിക്കേറ്റ് ആണ്. അടുത്തത് കൊറോള. പെറ്റൽസ് നോക്കിയാൽ 5 ഡിസ്റ്റിങ്ക്റ്റ് പെറ്റൽസ് പ്രസൻ്റ് ആയിരിക്കും. പോളിപെറ്റാലസ് ആണ്, ഫ്രീ ആയിട്ടാണ് പെറ്റൽസ് ഉള്ളത്. ദെൻ അവയുടെ ഏസ്റ്റുവേഷൻ എന്ന് പറയുന്നത് അസെൻഡിങ്ലി ഇംബ്രിക്കേറ്റ് ആണ്. ദെൻ റൊസേഷ്യസ് ഓഡ് പെറ്റൽ, സ്മോളസ്റ്റ് ആൻഡ് ഇന്നർമോസ്റ്റ്, ഇത്രയേ ഉള്ളൂ. ദെൻ 6th വണ് സ്റ്റേമെൻസ് ആണ്. 10 സ്റ്റേമെൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അത് തന്നെ ഓരോ വേളിൽ 2 വേളായിട്ടായിരിക്കും, ഓരോ വേളിലും 5 വീതം സ്റ്റേമെൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി സം മേ ബി റെഡ്യൂസ്ഡ് ടു സ്റ്റാമിനോയിഡ്, ചിലത് സ്റ്റാമിനോയിഡായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇനി കേഷ്യയുടെ കേസിൽ കൊന്നയിലൊക്കെ സ്റ്റേമിന് ഫ്രീ ആയിരിക്കും. അതുപോലെ പല ലെങ്ത്തുള്ള സ്റ്റേമിൻസും പ്രസൻ്റ് ആണ്, വേരിയബിൾ ലെങ്ത് ആയിട്ടായിരിക്കും സ്റ്റേമിൻ ഉണ്ടാകുന്നത്. ദെൻ അടുത്തതാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറയുന്നത് മോണോകാർപ്പിലറി ആണ്, നമുക്കറിയാം, ആൻഡ് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. ഈ 3 സബ് ഫാമിലീസിലും മോണോകാർപ്പിലറി ആണ് ഉണ്ടാവുന്നത്. ദെൻ 8th വണ്ണാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ലെഗ്യൂമാണ്, നമുക്കറിയാം. ദെൻ ചില കേസിൽ അവർ എൻഡോസ്പേമസ് ആയിരിക്കും.
പോളിനേഷൻ നമുക്കറിയാം നല്ല ഷോവി ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇൻസെക്റ്റ് വഴി എൻഡമോഫിലസ് ആയിരിക്കും പോളിനേഷൻ ഉണ്ടാവുന്നത്. ഇനി ചിലതിൻ്റെ കേസിൽ അതായത് ബൊഹീനിയയിൽ ഓർണിത്തോഫിലിയാണ്, അതായത് ബേർഡ്സ് ആണ് പോളിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് ഒന്നും കൂടി നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വണ് ഹാബിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷ്രബോ ട്രീസോ ആണ് ഉണ്ടാവുക, റെയറായിട്ട് മാത്രമേ ഇവരിൽ ഹെർബ്സ് വരുന്നുള്ളൂ. ഇനി പാർക്കിൻസോണിയ നമ്മൾ നേരത്തെ കണ്ടു, ഒരു യെല്ലോ ഫ്ലവേർഡ് ആയിട്ടുള്ളതാണ്, വളരെ സ്കെയില് പോലുള്ള സ്ട്രക്ചേഴ്സാണുള്ളത്. അതൊരു സീറോഫൈറ്റിക് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ദെൻ അടുത്തതാണ് കാഷ്യ, അണ്ടർ ഷ്രബാണ്. പാർക്കിൻസോണിയ ഷ്രബാണ്. ദെൻ ക്ലൈംബർ പ്രസന്റ് ആണ്, എക്സാമ്പിളാണ് സിസാൽപീനിയ സെർപെറിയ. ദെൻ ബൊഹീനിയക്ക് ടെൻഡ്രിൽസ് പ്രസന്റ് ആണ്. ഒരു സ്പീഷീസിന് ബൊഹീലിയ വാബ്ലി എന്നൊക്കെ പറയുന്നത് ജൈജാൻറ്റിക് ക്ലൈംബറാണ്. അടുത്തത് ലീവ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവയുടെയൊക്കെ ലീഫ് പിന്നേറ്റ്ലി, അതായത് മോസ്റ്റ് ഓഫ് ദി കേസസ് ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. ദെൻ സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണ്. സ്റ്റിപ്യൂൾസ് ചിലപ്പം സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈനി ആയിരിക്കും, അല്ലെങ്കിൽ ലീഫി ആയിരിക്കും. ഇനി പാർക്കിൻസോണിയയുടെ കേസിൽ നമുക്കറിയാം, നമ്മൾ കണ്ടു അതിൻ്റെ മെയിൻ പിറ്റ്യൂൾ അല്ലെങ്കിൽ റാച്ചിസ് എന്നൊക്കെ പറയുന്നത് സ്പൈന് പോലെയാണുള്ളത്. അതിൻ്റെ മേലെയുള്ള സെക്കൻഡറി ആക്സിസുകൾ വരുന്നുണ്ട്. അവർ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ഒരു ലീഫ് ലൈക്ക് ആയിട്ടുള്ള സെക്കൻഡറി ആക്സിസുകൾ ഇങ്ങനെ വന്നിട്ടാണുള്ളത്. ദെൻ ടെൻഡ്രിൽസ് നമ്മൾ പറഞ്ഞു ബൊഹീനിയയിൽ ചില സ്പീഷീസിന് ടെൻഡ്രിൽസ് കാണിക്കുന്നുണ്ട്, കോയിൽഡ് ആയിട്ടുള്ള ടെൻഡ്രിൽസ് പ്രസൻ്റ് ആണ്. ദെൻ പൾവിനേറ്റ് ആയിട്ടുള്ള ലീഫ് ബേസ് ആണ്, അതായത് സ്വള്ളനായിട്ടുള്ള ലീഫ് ബേസ് ആണ് ഇവർക്കുള്ളത്. അടുത്തതാണ് ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസ് നമ്മൾ പറഞ്ഞു റെസിമോസ് ഇൻഫ്ലോറസൻസാണ്. അതിൽ തന്നെ സിസാൽപീനിയ പൾച്ചറിമ രാജമല്ലിയുടേത് നമ്മൾ കണ്ടു കോറിംബ് ഇൻഫ്ലോറസൻസ് ആണ്. ദെൻ പാനിക്കിള് പ്രസൻ്റ് ആയിട്ടുള്ളത് ഉണ്ട്. ദെൻ ഫ്ലവേഴ്സ് ബിഗ് ഷോവി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, ഒരു ക്ലസ്റ്റർ പോലെയാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അവർക്ക് ബ്രാക്റ്റ് പ്രസൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കാം, എബ്രാക്റ്റിയോലേറ്റും ആവാം. ബ്രാക്റ്റ് പ്രസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ എബ്രാക്റ്റിയോലേറ്റ്, അതായത് ബ്രാക്റ്റിയോലേറ്റ് ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ കംപ്ലീറ്റ് ഫ്ലവേഴ്സാണ്. എല്ലാ 4 സെപ്പല്, പെറ്റല്, അതുപോലെ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം 4 വോൾസും പ്രസൻ്റ് ആയിരിക്കും. ബൈസെക്ഷുവലാണ്, പെരിഗൈനസ് ആണ്, പെൻഡാമറസ് ആണ്. കാലിക്സ് നമ്മൾ പറഞ്ഞു 5 ഗ്രീൻ സെപ്പൽസ് ആണ്. ഒന്നെങ്കിൽ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി യുണൈറ്റഡ് ആയിരിക്കും. ഇനി ചിലതിൻ്റെ കേസിൽ 4 സെപ്പൽസ് ആയിരിക്കും ഉണ്ടാവുക. ഈ അശോകത്തെച്ചിക്ക് അതുപോലെ വാളൻപുളിക്കൊക്കെ 4 സെപ്പൽസ് ആണ് ഉള്ളത്. ഇനി ചിലത് ഷോവി ആയിട്ടുള്ള സെപ്പൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. അതായത് പെറ്റൽസ് ആബ്സെൻ്റ് ആണെങ്കിൽ ഈ ഇൻസെക്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പൽസ് എന്താവും, കളർഫുൾ ആയിട്ട് മാറും. സെപ്പലോയിഡ് പെറ്റൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. Sepals are petaloid in genera where petals are completely absent. Example ആണ് സരക്ക. Then estivation volvate ആണ്, അല്ലെങ്കിൽ imbricate ആണ്. അടുത്തത് കൊറോള. നമ്മൾ പറഞ്ഞു പെൻഡാമറസ് ആണ്, ഒന്നെങ്കിൽ അല്ലെങ്കിൽ ടെട്രാമറസ് ആയിരിക്കും. 4 to 5 പെറ്റൽസ് ആണുള്ളത്, ഫ്രീ ആണ്. ഇവരുടെ ഏസ്റ്റിവേഷൻ അസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് ആണ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു സരക്ക, അതായത് അശോകത്തെച്ചിക്ക് പെറ്റൽസ് ആബ്സെൻ്റ് ആണ്. അവരുടെ സെപ്പൽസ് പെറ്റലോയിഡ് സെപ്പൽസ് ആണ്, അതായത് പെറ്റലിനെ പോലെയുള്ള കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള സെപ്പൽസ് മാത്രമാണ് അവർക്കുള്ളത്. ദെൻ ആൻഡ്രീഷ്യം 10 സ്റ്റേമൻ ആണുള്ളത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി 2 വോളായിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കും. 5 നമ്പർ ഓഫ് സ്റ്റേമിന് 2 വോളായിട്ട് അറേഞ്ച് ചെയ്തതായിരിക്കും. ദെൻ ഡിപ്ലോസ്റ്റാമിനസ് ആയിരിക്കും. ഇനി വാളൻ പുളി, അതായത് ടാമറിൻഡസിൻ്റെ കേസിൽ 3 സ്റ്റേമിൻ മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അവർ മോണാഡൾഫസ് ആണ്.
പിന്നെ ഇവരുടെ ആന്തേഴ്സ് നോക്കിയാൽ ഡയത്തീക്കസ് ആയിരിക്കും, 2 ക്യാവിറ്റി ഉണ്ടാവും. പിന്നെ അവരുടെ ഫിലമെൻറ്റുമായിട്ട് ഫിക്സ് ചെയ്തത് ഒന്നെങ്കിൽ ബേസി ഫിക്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ വേഴ്സറ്റൈൽ ആയിരിക്കും. ഈ ടേംസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിറ്റ് വഴിയാണ് അവരുടെ സീഡ് ഡിഹൈസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഗൈനീഷ്യം. നമുക്കറിയാം ഈ സബ് ഫാമിലിയിൽ മോണോകാർപ്പിലറി ആയിരിക്കും, യൂണിലോക്യുലാർ ആയിരിക്കും ഓവറി ഉണ്ടാവുക. അതുപോലെ ന്യൂമറസ് ഒവ്യൂൾസ് ഉണ്ട്. ദെൻ പ്ലാസൻറ്റേഷൻ, ഒബ്വിയസ്ലി മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഈ 3 സബ് ഫാമിലിയിലും മോണോകാർപ്പിലറി വിത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സബ് ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിൻ്റെത്. അതിൽ സരക്ക ഇൻഡിക്ക, നമുക്കറിയാം അശോകത്തെച്ചി എന്നൊക്കെ പറയുന്നത് യൂട്ടറൈൻ ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലവേഴ്സ് ആര്യവൈദ്യശാലകളിലൊക്കെ. ദെൻ ടാമറിൻ്റെ സിൻഡിക്കിൾ, നമുക്കറിയാം വാളൻപുളി എഡിബിൾ ആണ്, നമ്മൾ കഴിക്കാറുണ്ട്. ദെൻ പാർക്കിൻസോണിയ അക്യുലേറ്റ, ഇവരുടെ സ്റ്റെമ്മിൽ നിന്ന് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്, പേപ്പർ അതുപോലെ റോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദെൻ കാഷ്യ ഫിസ്റ്റുല, അവരുടെ ട്വിഗ്സ് ഫോഡറായിട്ട് കാറ്റിൽസിനൊക്കെ കഴിക്കാൻ വേണ്ടി ഫോഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കാഷ്യ ടോറ അതുപോലെ ഫിസ്റ്റുല, ഇവരുടെ റിംഗ് വേം അതായത് സ്കിൻ ഡിസീസസിന് യൂസ് ചെയ്യുന്നുണ്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ബൊഹീനിയ പർപ്പൂറിയ, അതായത് മന്ദാരം. അതിൻ്റെ ബാർക്ക് ഡൈയിങ്ങിന് വേണ്ടിയിട്ടും ടാനിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിമറ്റോസൈലോൺ കമ്പാച്ചിയാനം, അതായത് ഇതൊരു ട്രീ ആണ്, അവരുടെ ഹാർഡ് വുഡിൽ ഹിമറ്റോസൈലിൻ പ്രസൻ്റ് ആണ്. ഈ ഹിമറ്റോസൈലിന് ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കെമിക്കലാണ്. ഇനി ഈ ഒരു സബ് ഫാമിലിയിൽ കുറച്ച് പേര് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉണ്ട്. എക്സാമ്പിളാണ് ഗുൽമോഹർ എന്ന് കേട്ടിട്ടുണ്ടാവും, പൊയിൻസിയാന റീജിയ. ഗുൽമോഹർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കാണും. ദെൻ സിസാൽപീനിയ പൾച്ചറിമ, അതുപോലെ മന്ദാരം, ബൊഹീനിയയിൽ തന്നെ ബൊഹീനിയ വേഴ്സിഗാറ്റ, കാഷ്യ ഫിസ്റ്റുല, സെരക്ക ഇൻഡിക്ക, ഇതെല്ലാം ഓർണമെൻ്റൽ നമ്മൾ ഗാർഡൻ വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ് ഫാമിലിയിൽ പഠിക്കാൻ.